ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എക്സിറ്റ് പോൾ ഫലത്തിന് ചിലപ്പോഴെങ്കിലും ആ ഫലത്തെ സ്വാധീനിക്കാൻ കഴിയും. അതിൽ നിർണായകമായ റോൾ ഒരു കാലത്ത് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകനുണ്ടായിരുന്നു. പിന്നീട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മത്സരിക്കാനായിട്ട് ഇറങ്ങി. ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പൂർണ്ണമായിട്ടും ജനങ്ങൾ കൈവിട്ടു. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ പിരിച്ചു വിട്ടുകൊണ്ട് മാതൃകാപരമായ ഒരു പ്രവർത്തനം പ്രശാന്ത് കിഷോർ കാഴ്ചവെക്കുകയും ചെയ്തു. മാഷ് ശ്രദ്ധിച്ചിരുന്നില്ലേ? അതെ, കണ്ടിരുന്നു. അദ്ദേഹത്തിന് ബീഹാർ തെരഞ്ഞെടുപ്പിൽ 3.44 ആണ്. അത്രയും പെർസെൻറ്റേജ് വോട്ടേ കിട്ടിയുള്ളൂ. എവിടെയും ജയിക്കാനായില്ല എന്ന് മാത്രമല്ല, മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ജനം തള്ളിക്കളഞ്ഞു അദ്ദേഹത്തെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് കൃത്യമായി തിരിച്ചറിഞ്ഞു, ആ ഫീഡ്ബാക്ക്. അപ്പോൾ ബീഹാറിൽ ഇനി അങ്ങോട്ട് ഇങ്ങനെ ഒരു പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള വെൽക്കം, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് യാതൊരു സ്വീകാര്യതയും സ്വാഗതവും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു കൃത്യമായ വായനയാണ്, തിരിച്ചറിവാണ് അദ്ദേഹം ചെയ്തത്. അടിയന്തരമായി യോഗം ചേർന്ന് അദ്ദേഹത്തിൻ്റെ നാഷണൽ പ്രസിഡന്റ് പപ്പു സിംഗ്, അത് പുറത്തെവിടെയാണ്, അദ്ദേഹം വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ കാത്തു നിൽക്കാതെ പ്രശാന്ത് കിഷോറിന്റെ അധ്യക്ഷതയിൽ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചിട്ട്, അപ്പൊ അത് രാഹുൽ ഗാന്ധിയുടെ പേരായിട്ട് രാഹുലിന് ഇതിനകത്ത് ചില പാഠങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് ബൂത്ത് കമ്മിറ്റി തൊട്ട് സ്റ്റേറ്റ് കമ്മിറ്റി വരെയുള്ള മുഴുവൻ കമ്മിറ്റികളും ഇനി മേലാൽ ബീഹാറിൽ ജൻ സ്വരാജ് പാർട്ടി എന്ന ബോർഡോ പേരോ സാന്നിധ്യമോ ശബ്ദമോ കേൾക്കരുത് എന്ന് പ്രശാന്ത് കിഷോർ തീരുമാനിച്ചു. ചെറിയ മാതൃകയാണോ സാർ അത്? അത് ചെറിയ മാതൃകയല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞു ഇനി കോൺഗ്രസിൻ്റെ ആവശ്യമില്ല, കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞു. ഞാൻ EMSന്റെ 1900 പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ EMS മിക്കവാറും ആവർത്തിക്കുന്ന ഒരു വാചകമാണിത്. ഗാന്ധി കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന്, കോൺഗ്രസിനോടുള്ള വിരോധം തീർക്കാനാണ്. അപ്പോൾ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് നേരത്തെ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നീട് ഈ നെഹ്റു കുടുംബം കേട്ടില്ല. കാരണം അവർക്ക് ജീവിച്ചു പോകാനൊരു പാർട്ടി വേണമല്ലോ. പക്ഷേ ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ മാതൃക മുൻനിർത്തി രാഹുൽ ഗാന്ധി കോൺഗ്രസ് പിരിച്ചുവിടാൻ തയ്യാറാകണം. കാരണം കോൺഗ്രസ്സിന് ജൻ സ്വരാജ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ബീഹാറിൽ എന്താ വ്യത്യാസം? 4 സീറ്റ് അല്ലേ കോൺഗ്രസിന്. അതിന് 0 സീറ്റിലേക്ക് വരാനായിട്ട് അധികം താമസമൊന്നുമില്ലല്ലോ. പല സംസ്ഥാനങ്ങളിലുമൊക്കെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശാന്ത് കിഷോറിൻ്റെ മാതൃക എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ജനങ്ങളെ സംബന്ധിച്ച് അതിൽ മാതൃകയൊന്നും നമ്മൾ സ്വീകരിക്കാനൊന്നുമില്ല. കാരണം നമ്മൾ കുടുംബം പിരിച്ചുവിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അതേസമയം കോൺഗ്രസ് പിരിച്ചുവിടാനായിട്ട് ഈ മാതൃക സ്വീകരിക്കാം. ഞാനിതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ രാഷ്ട്രീയ ഈ ജനസ്വരാജ് പാർട്ടിക്ക് സീറ്റൊന്നും കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പല ആളുകളും പലതരം ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. ജനസ്വരാജ് പാർട്ടി കൊണ്ട് ആർക്കായിരിക്കും ഗുണം കിട്ടുക? ഇന്ത്യ മുന്നണിക്കായിരിക്കുമോ BJPക്കായിരിക്കുമോ ഗുണം? ഇങ്ങനത്തെ കുറേ ചർച്ചകൾ. ഇയാളെന്തോ ഇതുവരെ ഒന്നും തെളിയിക്കാത്ത ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്ന് പറഞ്ഞിട്ട് അവസാനം ജോസഫ് വിജയുടെ അടുത്ത് വരെ ചെന്ന ആളാണ് ഇയാൾ. പല ഈ പ്രസംഗക്കാരും ഇങ്ങനെ കൺസൾട്ടേഷൻ എന്നൊക്കെ പറയുന്നവരൊക്കെ മണ്ടത്തരമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഇയാൾ വിജയുടെ കൺസൾട്ടൻ്റ് ആയിരുന്നു, കോടികളൊക്കെ മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ വിജയ് ഇങ്ങനെ റാലികൾ നടത്താൻ പൊളിഞ്ഞു പോകുന്നുള്ളത് എന്തുകൊണ്ട് ഇയാൾ പറഞ്ഞു കൊടുത്തില്ല? കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ റാലി നടത്താൻ പറ്റുള്ളൂ. പല ആളുകൾക്കും BJPക്ക് ഇതുപോലെ തരംഗം ഉണ്ടാക്കാനും വിജയിച്ചു വരാനും ഒക്കെ പ്രശാന്ത് കിഷോറിനെ വിളിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. സംശയമുള്ള ആളുകളാണ് ഇതുപോലത്തെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് ഇത്തരം കൺസൾട്ടൻസിനെ ഒന്നും വേണ്ട. ആകെ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ മനസ്സിലായത് ഇയാൾക്ക് ഇങ്ങനത്തെ കൺസൾട്ടേഷൻ വഴിയൊക്കെ 245 കോടി രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടെന്ന് ആ തെരഞ്ഞെടുപ്പ് പത്രികയിലുണ്ട്. അപ്പൊ സാമാന്യം ധനികനായി ഈ കച്ചവടം കൊണ്ട് കുറെ കാലം വിദേശത്തുമൊക്കെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് BJPക്ക് ഗുണം കിട്ടുന്നത് എങ്ങനെയാണ്? പഷ്മന്ത മുസ്ലിങ്ങൾ BJPയുടെ കൂടെ വന്നു. സീമാഞ്ചൽ മേഖല മുസ്ലിം സ്വാധീന മേഖലയാണ്. അവിടെയും BJP കടന്നു കയറി. ഈ ജൻസുരാജ് വന്നിട്ടാണോ ഇത്? പ്രശാന്ത് കിഷോർ കാരനാണോ? അല്ല. ഇതിൽ കുറച്ചെന്തെങ്കിലുമൊക്കെ സ്വാധീനം ഉത്തർപ്രദേശിലായാലും കൊള്ളാം, മഹാരാഷ്ട്രയിൽ ആയാലും കൊള്ളാം. BJPക്ക് ഗുണം ഒവൈസിയാണ്. ബീഹാറിലും അതെ. ഒവൈസിക്ക് 5 സീറ്റ് കിട്ടി. ഒവൈസിയുടെ ശരീരത്തിലൊരു രോമത്തിൻ്റെ വില പോലും പ്രശാന്ത് കിഷോറിന് ഇല്ലാതെ വന്നു. കാരണം അയാൾക്ക് 5 സീറ്റ് കിട്ടിയല്ലോ. BJPയുടെ തരംഗത്തിൻ്റെ ഇടയ്ക്കാണെന്ന് ഓർക്കണം ഒവൈസിക്ക് അവിടെ 5 സീറ്റ്.
നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത്. സാർ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ വേണ്ടത്ര ഫലപ്രദമല്ലെന്ന് പല തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ട. എന്നിട്ടും ഈ അടിത്തട്ടിലുള്ള ആളുകളുടെ വികാരം ഒന്നും മനസ്സിലാക്കാതെ കുറച്ച് ഭാഗത്ത് എന്തോ ഒരു സർവേ നടത്തിയിട്ട് ഒരു തട്ടിക്കൂട്ടി സംവിധാനം ഉണ്ടാക്കുന്നു. ഇതിനെ ജനങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങാമെന്ന് ഇയാൾ കരുതി, അതും പൊളിഞ്ഞുപോയി. അങ്ങനെയല്ലേ സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്? കൃത്യമായിട്ട് അതായത് രാമേന്ദ്ര സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഇന്ത്യയുടെ ഒരു മനസ്സ് ഒരിക്കലും ഈ ബുദ്ധിജീവികളുടെ കമ്പ്യൂട്ടർ ഡയലക്റ്റിക്സിലും ഒന്നും ഒതുങ്ങുന്നതല്ല. ജനമനസ്സ് വേറെയാണ്. അത് ഗ്രാസ് റൂട്ടിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ മണ്ണിൽ നിന്ന് ഈ അടിസ്ഥാന വർഗത്തിൻ്റെ മനുഷ്യരുടെ വികാരം പഠിച്ചിട്ട് ആ പൾസിൻ്റെ കൂടെ നിന്ന രാഷ്ട്രീയക്കാരാണ്. അത് ഏത് പാർട്ടിക്കും അങ്ങനെ സാധിച്ചിട്ടുള്ളൂ. അത് അക്കാര്യത്തിൽ ഇദ്ദേഹം വലിയ പരാജയമാണ്. പക്ഷേ സാറ് പറഞ്ഞ പോലെ ഉപദേഷ്ടാവായി വേഷം കെട്ടി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കാശ് പറ്റിയിട്ടുണ്ടെങ്കിൽ നന്നായി, അത് അദ്ദേഹം ആ കച്ചവടം വിജയിച്ചു എന്നതിൻ്റെ അർത്ഥമുള്ളൂ. പക്ഷേ തക്ക സമയത്ത് അദ്ദേഹം യുക്തമായൊരു തീരുമാനമെടുത്തു. രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്ന നിലയിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മൂവ്മെന്റും പരാജയമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ജനങ്ങൾ അതെന്താന്ന് വെച്ചാൽ പിരിവ് കിട്ടില്ല. ഇനി കോൺഗ്രസിന് ഒരു സംസ്ഥാനത്തും പിരിവ് കിട്ടുന്നില്ലല്ലോ. കാരണം സ്വാധീനം ഇല്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്ന് കോർപ്പറേറ്റുകൾക്കറിയാം, പൈസ കൊടുക്കില്ല. ഇപ്പം 245 കോടി രൂപ ഇയാളുടെ കയ്യിലുണ്ടല്ലോ. ഇനിയും പാർട്ടി നടത്തിക്കൊണ്ട് പോയാൽ അതിൽ തുള വീഴും. 245 കോടി രൂപ ചിലപ്പോൾ 5 കോടിയായിട്ടൊക്കെ കുറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം ചോദിച്ചിട്ട് സാറേ, ഈ 95 ഇലക്ഷനിലോളം കോൺഗ്രസ് പാർട്ടിയെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് നയിച്ച ആളാണ് രാഹുൽ ഗാന്ധി. സെഞ്ചുറി അടിക്കാനായിട്ട് പോകുന്നു എന്ന വാർത്തകളും വന്നു. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു നല്ല മാതൃകയായിരിക്കില്ലേ? രാഹുൽ ഗാന്ധിക്ക് മാതൃകയാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു. ഗാന്ധി മുമ്പ് പറഞ്ഞതാണ്. പിന്നെ ഗാന്ധി പിരിച്ചുവിടണം എന്ന് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. ആ കോൺഗ്രസ് അല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ കയ്യിലുള്ള ആ പാർട്ടി പല ആളുകളും പല സ്ഥാപനങ്ങളും നടത്തുന്നതും ഇങ്ങനത്തെ സംഭവമൊക്കെ നടത്തുന്നതും പലർക്കും ജീവിക്കാനും ഉപജീവന മാർഗം, മാസം ശമ്പളം കൊടുക്കുക, പല ആളുകൾക്കും ജീവിച്ചു പോകണ്ടേ. അതുകൊണ്ട് അയ്യോ അച്ഛാ പോകല്ലേ എന്ന് ശ്രീനിവാസനോട് കുട്ടികൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയോട് KC വേണുഗോപാലും BD സതീശനും ഒക്കെ പറയുന്നുണ്ടാവും, പിരിച്ചുവിടരുത് എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പാഠങ്ങൾ എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ രാമേന്ദ്ര സാറിന്റെ നർമ്മം കലർന്ന ഈ രാഷ്ട്രീയ ആക്ഷേപഹാസ്യമൊക്കെ തീർച്ചയായിട്ടും വളരെ പ്രസക്തമാണ്. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ ആലോചിക്കുന്നത് ഒരു നിശ്ചിതമായി കുറെ കൂടി ഡീപ്പായിട്ടും വൈഡായിട്ടും ഇന്ത്യൻ പൊളിറ്റിക്സ് പരിശോധിക്കുമ്പോൾ പല സംസ്ഥാനത്തും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 3.44 ആണ് പെർസെൻറ്റേജ്. 5% പോലും വോട്ട് ബീഹാറികൾക്ക് ഞങ്ങളെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് വേണ്ടി പരീക്ഷണം നടത്താൻ പോകരുത്, അതിനുവേണ്ടി ആയുസ് വ്യയം ചേരുന്ന അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മാതൃകയാക്കിക്കൂടെ നമുക്ക്? ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ബാക്കി ഇപ്പോൾ കോൺഗ്രസ് ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും സാറേ ഇപ്പോഴും 5 അല്ല 20 25 പറഞ്ഞു വെച്ച് എനിക്ക് തോന്നുന്നത് ഒരു പാർട്ടി പിരിച്ചുവിടാനായിട്ട് എത്ര വോട്ട് ശതമാനം അങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടായ അങ്ങനെയാണെങ്കിൽ CPI ഒക്കെ പിരിച്ചുവിടേണ്ടി വരില്ല. നമ്മുടെ ആലോചനകൾ തീർച്ചയായിട്ടും സാർ അത്തരം കുറച്ചുകൂടി ഗൗരവമായ ആലോചനകളിലേക്ക് ഡീപ്പായിട്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ പല സംസ്ഥാനങ്ങൾ ഇപ്പോൾ കേരളം, ഇപ്പോൾ പണ്ടത്തെ കണക്ക് പറഞ്ഞാൽ ബംഗാളിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റിക്സ് വരാനിരിക്കുന്നതേ ഉള്ളൂ, ത്രിപുരയും മാറ്റി നിർത്തിയ 3 സംസ്ഥാനങ്ങൾ കഴിച്ചാൽ ബാക്കി സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ 20ഓളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇപ്പോൾ ലിബറേഷനാണ് ബീഹാറിലുള്ളത്, CPM CPI ഒരു സീറ്റിലെങ്ങാണ്ട് ഇപ്പോൾ CPM ഉണ്ട്, CPI ഒന്നും ഇല്ലാതായി പോയി തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്തരം പാർട്ടികൾ 5% വോട്ട്, ഞാൻ ഒരു 5% X or Y 5% വോട്ട് ആ സംസ്ഥാനത്ത് ജനങ്ങൾ കൊടുക്കാത്ത ഒരു പാർട്ടിയെ ഓരോ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഒരു റിവ്യൂ നടത്തിയിട്ട് സ്വയം വിമർശനം നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ആ സ്വയം വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്തിട്ട് പിരിച്ചുവിടാൻ ആ സംസ്ഥാനത്ത് തീരുമാനിച്ചാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ എത്ര പേര് കുറഞ്ഞു കിട്ടും, ആ രാജ്യത്തിൻ്റെ തെരുവുകളിൽ എത്ര പോസ്റ്ററുകൾ കുറഞ്ഞു കിട്ടും, ആ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവിൽ എത്ര കുറക്കാൻ പറ്റും, ശബ്ദശല്യം എത്ര കുറക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിലുള്ള സൗകര്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ CPM എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിൽ മാത്രം മതി എന്ന് തീരുമാനിച്ചാൽ MA ബേബി നാളെ പാർട്ടി പിരിച്ചുവിടുന്നു, ഇത് കേരള ഘടകം മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ആ ഡൽഹിയിലുള്ള AKG ഭവനൊക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ ചെലവില്ലേ ഭീമമായ, ഇതൊക്കെ ചെലവൊക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ കഴിയും. തീർച്ചയായിട്ടും CPM കേരളത്തിൽ മതി. അല്ല, ആലോചിക്കേണ്ടതാണ് സാർ. ഞാൻ പറഞ്ഞത് ആലോചിക്കേണ്ടവർ ആലോചിക്കുമല്ലേ എന്നുള്ള ഞാൻ കാര്യം ഞാൻ പറഞ്ഞ ജനപക്ഷത്ത് നിന്നുള്ള ഒരു ആലോചനയാണ് ഞാൻ പറയുന്നത്. ജനം ഇങ്ങനെ ആലോചിച്ചാൽ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിക്ക് എന്തിനാണ് ഡൽഹിയിൽ ഇത്ര ചെലവ് സഹിച്ചുകൊണ്ടുള്ളൊരു ആസ്ഥാനം? ഒരു ചോദ്യമാണല്ലോ. എന്ത് ഗുണമുണ്ട് അവർക്ക്? ആണെങ്കിൽ ഇവിടുന്ന് ആകെ പോകുന്നത് MP മാരാണ്. MP മാർക്ക് താമസിക്കാൻ കേരള ഹൗസ് ഉണ്ട്, അവിടുത്തെ പാർലമെന്റ് മന്ദിരങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. 2
മലപ്പുറത്ത് മാത്രമുള്ള ഒരു പാർട്ടിക്ക് എന്തിനാണ് സർ ആ. ഡൽഹിയിൽ ഡൽഹിയിൽ വലിയ ആസ്ഥാനം പണിതു? ന്യായമായ ചോദ്യമല്ലേ? ന്യായമായ ചോദ്യം. ഇത്തരം ചോദ്യങ്ങളിലേക്ക് ഇത് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മറ്റെല്ലാ പാർട്ടി, ഞാൻ പറയുന്നത് അല്ല, കോൺഗ്രസ് ഡൽഹിയിലെ ആസ്ഥാനം പണിതു. ഇനിയും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് വാടകയ്ക്ക് കൊടുക്കുക. ആ കാശ് കൊണ്ട് കേരളത്തിലെ ലീഗിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോവുക. ആലോചിക്കേണ്ടതല്ലേ? അപ്പൊ കോർപ്പറേറ്റുകൾ അവരുടെ നഷ്ടം വരുന്ന ശാഖകൾ പൂട്ടുമല്ലോ. പല സംസ്ഥാനങ്ങളിലുള്ള അത് നഷ്ടമാണ് വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഓവർ ഹെഡ്സ് പോലും നടക്കുന്നില്ല. ലാഭവും നഷ്ടവും ഇല്ല എങ്കിലും നടത്തിക്കൊണ്ടു പോകാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കോർപ്പറേറ്റുകൾ അവരുടെ ശാഖകൾ പൂട്ടാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് പല സംഗതികളാണ്. സാറേ, അതിനകത്ത് പ്രശ്നം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കണമെങ്കിൽ ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണ്, ഞങ്ങൾ ഡൽഹിയിൽ പോകുന്നു, അവിടെ ചർച്ച ചെയ്യുന്നു, അവിടെ വലിയ ഓഫീസ് ഉണ്ടെന്നൊക്കെ പറയാനുള്ള ഒരു പ്രവണത പണ്ട് പോലെയുണ്ട്. പക്ഷേ പുതിയ കാലത്ത് എല്ലാം കൈവിരലിൻ്റെ തുമ്പത്തുള്ളപ്പോൾ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനമൊക്കെ ഉള്ളപ്പോൾ ഇവർക്ക് എത്ര കാലം ഇനി പിടിച്ചിരിക്കാൻ പറ്റും? അതെ, തീർച്ചയായിട്ടും. ഈ കൂട്ടത്തിൽ ഞാൻ രണ്ടുപേര് തമ്മിൽ താരതമ്യം വന്നതുകൊണ്ട് അതുകൂടി ചേർത്ത് പറയണത്. കാരണം പ്രശാന്ത് കിഷോർ എനിക്ക് തോന്നുന്നത് അസദുദ്ദീൻ ഒവൈസിയേക്കാളും സത്യസന്ധനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അസദുദ്ദീൻ ഒവൈസി വളരെ കൃത്യമാണ് എന്തിനാണ്, ഏതൊക്കെ മേഖലകളിലാണ് അദ്ദേഹത്തിന് കാൻഡിഡേറ്റ്സിനെ നിർത്തേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ കാൻഡിഡേറ്റ്സിനെ നിർത്തിയാൽ ആർക്കാണ് ജയസാധ്യത എന്നറിയാം. അത് ആർക്ക് വേണ്ടിയാണെന്ന് മുൻകൂട്ടി ഡിസൈൻ ചെയ്ത് ആരോടാണ് ഇലക്ഷന്റെ ചെലവും അതിന്റെ ലാഭവും പറ്റേണ്ടത്. അവിടെയും ഒരു സംഭവമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അസദുദ്ദീൻ ഒവൈസിക്ക് അദ്ദേഹത്തിന്റെ ആ സംഭവം വെച്ച് എങ്ങനെ കച്ചവടം ചെയ്യാം എന്നറിയാം. ഈ പ്രശാന്ത് കിഷോറിന് BJPയെ സഹായിക്കുക എന്നൊരു തന്ത്രം എടുത്തിരുന്നെങ്കിൽ BJPയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഇനിയും പാർട്ടി നടത്തി കൊണ്ടുപോകാൻ നടത്താമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് നിന്നില്ല എന്നത് ഞാൻ പറഞ്ഞു. രണ്ടുപേരും തമ്മിലുള്ള ഈ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ ഒവൈസിയെ കുറിച്ച് നാഷണൽ മീഡിയ പറഞ്ഞത് സെക്കൻഡ് സംഘപരിവാർ എന്നാണ്. സാർ കാണുന്നില്ല, രണ്ടാം സംഘപരിവാർ. കൃത്യമായിട്ട് സംഘപരിവാറിന്റെ ബി ടീമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഇല്ലാതാക്കിക്കൊണ്ടാണ് സർവൈവ് ചെയ്യുന്നത്. അതിനേക്കാൾ ഭേദമാണ് പിരിച്ചുവിട്ടിട്ട് ഈ പണി ഞങ്ങൾ നിർത്തിയ അവസ്ഥ എന്ന് പറയുന്നത്. കുറെ കൂടി ജനപക്ഷ, കുറേയും കൂടി തിരിച്ചറിവ് പ്രശാന്ത് കിഷോറിനുണ്ട്. തീർച്ചയായും തീരെ നമ്മൾ ഗുണമില്ല, ഒരു സ്ഥലത്ത് നിന്നും കാശ് മേടിക്കാനും ഉള്ള സ്വാധീനവും ഇല്ല, ആർക്കും നമ്മളെ വേണ്ട എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി പിരിച്ചുവിടുന്നത്. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് കുറച്ചുകൂടി പോസിറ്റീവാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഐ ഓപ്പണറും കൂടിയാണ് ഈ പിരിച്ചുവിടൽ. അപ്പോഴും എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ അൻവറിനെ പറ്റി പറയുന്ന നിർദ്ദേശമാണ് പ്രശാന്ത് കിഷോറിന്റെ മുമ്പിൽ വെക്കാനുള്ളത്. അദ്ദേഹം ഫോർവേഡ് ബ്ലോക്കിൽ ചേരണം. തീർച്ചയായിട്ടും ഒരു ഒഴിഞ്ഞ പാർട്ടി രാമേന്ദ്രൻ സാർ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക എപ്പോഴും. അഭയമില്ലാത്തവന് അഭയം കൊടുക്കാൻ ഇതാ ഫോർവേഡ് ബ്ലോക്ക്. തീർച്ചയായിട്ടും പ്രശാന്ത് കിഷോർ അത് കേൾക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.